ഈ ചതിയന്മാരുടെ ചരിത്രം പറഞ്ഞാൽ ജൂതന്മാരും മജൂസികളും കൂടി ഗൂഢാലോചന നടത്തി അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന് പറയുന്ന കള്ളനെ, അങ്ങനെ തന്നെ പറയട്ടെ, അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന പേരിൽ അറിയപ്പെടുന്ന ലോക ജൂത ഏജന്റും അതോടുകൂടി മജൂസികളുടെ കൂലിപ്പട്ടാളവുമായി അവൻ ഇസ്ലാമായി അഭിനയിച്ച് അയാളുടെ ജീവിതകാലത്ത് 12 ഗ്രൂപ്പ് ഷിയായിസം ഉണ്ടാക്കി. 12 ഗ്രൂപ്പ് ഒറ്റൊരു മനുഷ്യന്റെ ജീവിതകാലത്ത് 10,000-കണക്കിന് ആളുകളെ അതിലേക്ക് ആകർഷിച്ച് ഈ മജൂസികളുടെയും ജൂതന്മാരുടെയും ആചാരങ്ങളുടെ തിരുശേഷിപ്പ് ഈ ഷിയാക്കളുടെ ആചാരങ്ങളിലെല്ലാം കാണാൻ കഴിയും. ഏതുവരെ എന്ന് വെച്ചാൽ മുഹറം 1 മുതൽ 10 വരെ നൈസാൻ എന്ന് പറയുന്നവരെ ജൂതന്മാരുടെ കള്ളക്കടത്ത് ഇസ്ലാമിലേക്ക് ഷിയാക്കളിലൂടെ കടന്നു വന്നതാണ്. അത് വിശദമായി പറയേണ്ട സമയം ഞാൻ പറഞ്ഞാൽ ഇപ്പം സമയം അതാണ്. ഇത് അടിസ്ഥാനപരമായി വിശദമായി ചരിത്രം പഠിച്ച് ഈ ഭാഗത്തൊക്കെ അത് നടക്കേണ്ട സുനികളുണ്ട്. സാധാരണ ഇത് എവിടെ നിന്നാന്ന് വെച്ചാൽ ഇവിടെ കൊണ്ടോട്ടി തങ്ങന്മാർ എന്ന പേരും പറഞ്ഞിട്ട് തങ്ങന്മാരൊന്നുമല്ല. കൊണ്ടോട്ടി കുറച്ച് ആൾക്കാർ വന്നിരുന്നു. മുഹമ്മദ് ഷാഹ്, അത്യാവശ്യം ഷാഹ്, മറ്റേ ഷാഹ് എന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും തക്ക ഷായിരുന്നു. ഇത് തരീഖത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഷിയാ പ്രസ്ഥാനം മലബാറിന്റെ മണ്ണിൽ മുളപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ കൂലിപ്പട്ടാളമായി വന്ന കൊണ്ടോട്ടിക്കാർ ഇവിടെ അത്ഭുതങ്ങൾ എന്ന് പറയുന്ന ചില മെസ്മരീസങ്ങളിലൂടെ കാണിച്ചു കൊടുത്ത് അവർ തങ്ങന്മാരാണ്, ഷേഖന്മാരാണെന്നൊക്കെ കാണിച്ച് അന്ന് ജീവിച്ചിരിക്കുന്ന തലയെടുപ്പുള്ള മഖ്ദൂമി തങ്ങന്മാർ, മഖ്ദൂമി ഉലമാക്കൾ അവരുടെ തനിനിറം തുറന്നു കാട്ടി ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്തുകയും പരിശുദ്ധമായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊണ്ടോട്ടിപ്പാടത്ത് 40 ദിവസം തുടർച്ചയായിട്ട് അവർക്ക് തീരുമാനം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ പഠിച്ച ചരിത്രപറ്റി നമുക്കൊന്നും അറിയില്ല. അങ്ങനെ അത് കെട്ടടങ്ങി പോയതാണ്. എങ്കിലും അതിൻ്റെ ഇടയ്ക്ക് പ്രചരിച്ചപ്പെട്ടതാണ് 1 മുതൽ 10 വരെ നൈസാണ്. മൂസാ നബി ഇസ്ലാമിന്റെ കാലത്ത് കുരുത്തക്കേട് പറഞ്ഞതിന്റെ പേരിൽ 40 കൊല്ലം തീഹ് മരുഭൂമിയിൽ നട്ടം കറങ്ങേണ്ടി വന്നു ജൂതന്മാർ. ഈ നട്ടം കറങ്ങിയതിന്റെ അനുസ്മരണം എന്ന നിലയ്ക്ക് ഇന്നും മുഹറം 10 ദിവസം ഷിയാക്കൾ നസായി ആചരിക്കുന്നു. വീട്ടിൽ താമസിക്കില്ല, കൊട്ടാരത്തിൽ താമസിക്കില്ല, പുറത്തുപോയി മൈതാനികളിൽ തമ്പ് കെട്ടി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി താമസിക്കുകയും അവിടെ വരുന്നവർക്കൊക്കെ വെള്ളവും മറ്റു വസ്തുക്കളും ദാനം ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. 10ന്റെ അന്ന് വലിയൊരു ആഘോഷത്തോടു കൂടി ഉത്സവം നടത്തി വീട്ടിലേക്ക് തിരിച്ചു വരും. ആ സമയത്ത് കല്യാണം കഴിക്കൂല, അതുപോലെ തന്നെ വീട് കൂടൂല, വീട് തുടങ്ങൂല, കച്ചവടം തുടങ്ങൂല, അങ്ങനെയൊന്നും ചെയ്യൂല. അത് ജൂതന്മാരുടെ ആചാരമാണ്. ആ ആചാരം അബ്ദുല്ലാഹി ഇബ്നു സബയിലൂടെ ഉള്ളിൽ കയറ്റിയതാണ്. നോക്കൂ നിങ്ങൾ, എന്താണ് ഇപ്പൊ മുസ്ലിയാരത്തിൽ സ്ഥാപിച്ചത്? ജൂത മജൂസി ഗൂഢാലോചനയുടെ പരമായി അബ്ദുല്ലാഹി ഇബ്നു സബ എന്ന കള്ളൻ കൊണ്ടുവന്ന പ്രസ്ഥാനമാണിത്. അത് കേരളത്തിലേക്ക് ഈ ഷിയാക്കളുടെ ഈ ആചാരം കേരളത്തിലേക്ക് കൊണ്ടോട്ടി തങ്ങന്മാര് മുഖേന അവര് പല മെസ്മരീസവും ചെപ്പടി വിദ്യയൊക്കെ കാണിച്ചിട്ട് കേരളത്തില് ആശാ മറ്റേ ഷാഹ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ വിട്ടുപാകിയതാണ്. അതിനെതിരെ അന്നത്തെ ആലിമീങ്ങളൊക്കെ ശബ്ദിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിരുന്നു. ആ വിശ്വാസം സുന്നികളാന്ന് പറയുന്ന പോലെ അടുത്തേക്കും കയറിയിട്ടുണ്ട്. അവരുടെ വിശ്വാസമായിരുന്നു എന്ത് 1 മുതൽ 10 വരെ നഹസാണ് എന്നുള്ളത്. അതല്ലാതെ നോമ്പ് നിസ്കാരോ ഇബാദത്തൊക്കെ ചെയ്യുന്നതിന് ഭംഗം വരരുതേച്ചിട്ട് പറഞ്ഞതാണ് എന്നല്ല. ഏത് ചരിത്രത്തെയാണ് നിങ്ങൾ ഇവിടെ ഇരുട്ടറയിൽ കുഴിച്ചു മൂടാൻ നോക്കുന്നത്? നോക്കൂ നിങ്ങൾ, അദ്ദേഹം തന്നെ അത് കൃത്യമായി പറഞ്ഞു. മാത്രല്ല അയാൾ ഒന്നും കൂടെ പറഞ്ഞു, ഈ ദിവസങ്ങൾക്ക് ഇങ്ങനെ നഹസ് നോക്കണ ഈ പരിപാടിയില്ലല്ലോ. ഇത് ജൂതന്മാര് 10-40 ദിവസം അള്ളാഹു അവർക്കൊരു തീഹ് മരുഭൂമിയിൽ 10-40 ദിവസം അവർ വെറുതെ കറങ്ങി നടക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് ജൂതന്മാര് ആ രൂപത്തിലുള്ള ദിവസങ്ങളെ നഹ്സായി ആചരിക്കുന്ന പരിപാടി ജൂതന്മാർക്കാണ് ആ വിശ്വാസങ്ങളുള്ളത്. അവരാണ് കല്യാണം മുടക്കുന്നത്, വീട് കൂടൽ മുടക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറ്റൂല എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നത് ജൂതന്മാരാണ്. ആ ജൂത സൃഷ്ടിയായ ഷിയാക്കളാണ് ഈ വിശ്വാസം പേറുന്നത് എന്ന് അയാൾ തുറന്ന അയാളുടെ പ്രസംഗത്തിൽ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ? അപ്പൊ സഹോദരങ്ങളെ, ഇതാ പറയുന്നത്. ഇനി മാത്രല്ല, ഇന്നത്തെ സമസ്തയിൽ തന്നെ ഈ ഷിയായിസം പേറുന്ന ആളുകളില്ലേ, ഈ ഷിയായിസം പേറുന്ന ആളുകളാണ് കേരളത്തിലെ 2 സമസ്തയും അംഗീകരിക്കുന്ന സി ഹംസ എന്ന് പറയുന്ന വ്യക്തി. അയാൾ ഇന്നും കേരളത്തിലെ ഷിയാക്കളുടെ സംഘടനയായ സഖലൈൻ ഫൗണ്ടേഷന്റെ മുഖ്യ കാര്യദർശിയാണ്. ആ സഖലൈൻ ഫൗണ്ടേഷന്റെ വ്യക്തിയായ സി ഹംസ അയാളാണ് ഇവിടെ ഷിയായിസത്തിന്റെ ഒരുപാട് പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തി പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അയാളുടെ പ്രസംഗത്തിൽ പോലും അയാൾ പറയുന്നുണ്ട്, മൗലവിമാരിപ്പോ പറയണേ കല്യാണവും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്താല് നമുക്ക് ഇബാദത്തിന് തടസ്സം വരൂലേ എന്ന ന്യായമല്ല. അയാൾ ഇന്നും തുറന്നു പറയുന്നുണ്ട് ഇവരുടെ വേദികളിൽ. എന്താ അയാൾ പറഞ്ഞത്? വേദികളിൽ പറയുന്നു, അയാൾക്ക് ലഭിക്കുന്ന ഇന്റർവ്യൂകളിൽ അയാൾ നൽകിയ ഇന്റർവ്യൂ വരെ സത്യധാര എന്ന മാസികയിൽ നമുക്ക് കാണാൻ സാധിക്കും. അയാളുടെ പ്രസംഗം തന്നെയും നമുക്ക് കേൾക്കാൻ സാധിക്കും. എന്താ അയാൾ പറയുന്നത്? ഈ സംഭവം നടന്ന ആ ദിവസങ്ങൾ വരുന്ന സമയത്ത് അതിനനുസരിച്ചുകൊണ്ട് നമുക്ക് കല്യാണം തോന്നുന്നത് നിങ്ങൾ ആവശ്യമാണ് ഈ തീരുമാനം നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ടോ. പിന്നെ അപ്പൊ ഇമാം ഹുസൈൻ രക്തസാക്ഷിത്വം വെച്ച ഈ 10 ദിവസങ്ങളിൽ സന്തോഷമുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട. സന്തോഷമുള്ള കാര്യം വിവാഹത്തിൽ ഉണ്ടാവില്ല, നല്ല കാര്യം ചെയ്യേണ്ടതല്ല, വിവാഹത്തിൽ മറ്റുള്ളൂ. സന്തോഷമുള്ള കാര്യം ചെയ്യേണ്ട, കല്യാണം വേണ്ട, അതേപോലത്തെ കാര്യങ്ങളൊക്കെ തൽക്കാലം 10 ദിവസം ചെയ്യേണ്ട. എന്താ ഈ കാരണം? നമ്മൾ വാപ്പ വെച്ച ദിവസം കല്യാണം നടത്തിയ ഈ കാര്യം ശരിയാവില്ലേ? വാപ്പ വെച്ച ദിവസം ഈ കാര്യം വാപ്പയും വെച്ചിട്ടുണ്ടോ? ഈ കാരണം വാപ്പയും വെച്ചുകൂലെ? നമുക്ക് ഈ നടത്തിക്കും മറ്റന്നാൾ നടക്കാൻ ലഭില്ല. അത് നടത്തിക്കൊണ്ട് ഉപകാരം വാപ്പ വെച്ച ദിവസം കൊണ്ട് ശരിയാവില്ലേ? ചെയ്താൽ ശരിയാവില്ല. അതല്ല, വാപ്പാനോട് ഇഷ്ടം താല്പര്യമുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റൂല, കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ കൃത്യമായിട്ട് സി ഹംസ പറയുന്നില്ലേ ഇന്നത്തെ ബരി പറയണേ ന്യായ ഇബാദത്തൊക്കെ മുടങ്ങുന്നു വിചാരിച്ചിട്ടാണ്? അല്ല. ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കർബലാ ദിനത്തിന്റെ ആ ദുഃഖവും സങ്കടവും മനസ്സിൽ പേറുന്ന ഒരാൾക്ക് അന്നത്തെ ദിവസം ഒന്നും ചെയ്യാൻ കഴിയൂല, കല്യാണവും പറ്റൂല, നിക്കാഹും ഒന്നും പറ്റൂല, സന്തോഷമുള്ള കാര്യമൊന്നും ചെയ്യാൻ കഴിയൂല എന്നാ പറയുന്നത്. അതാ ഷിയായിസം എന്ന് പറയുന്നത്. ഇസ്ലാമിൽ അങ്ങനല്ല.
മഹാനായ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെയോ മറ്റാരുടെയെങ്കിലുമോ മരണത്തിന്റെ പേരിൽ ഒരു ദുഃഖാചരണം ഖിയാമത്ത് നാൾ വരെ നീണ്ടു നിൽക്കുന്ന ആവർത്തിച്ചു വരുന്ന ഒരു ദുഃഖാചരണം ഇസ്ലാമിൽ അല്ലാഹു തആല അവന്റെ റസൂലിലൂടെ പഠിപ്പിച്ചിട്ടില്ല. അപ്പൊ തനിച്ച ഷിയായിസത്തിന്റെ ആചാരവും അവരുടെ വിശ്വാസമാണ് മുഹറം 1 മുതൽ 10 വരെ നഹ്സാണെന്നും ആ മാസം അറിഞ്ഞ് കണ്ടാലപകടാണെന്നും പോലുള്ള ഈ എല്ലാ വികലവാദങ്ങളും അവരുടെ വാദങ്ങളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നാം മനസ്സിലാക്കുക, മുഹറം പവിത്രമാണ്, ആദരണീയമാണ്, അള്ളാഹുവിന്റെ മാസം എന്ന് പറയപ്പെട്ട മാസമാണ്. അതിനെക്കുറിച്ച് ഇത്തരത്തിലുള്ള മോശപ്പെട്ട ചിന്തകൾ നല്ല ഒരു കാര്യങ്ങൾക്കും അത് കൊള്ളാവതല്ല, അല്ലെങ്കിൽ നമ്മുടെ ദുഃഖാചരണത്തിന് അത് എതിരാണ്, നമുക്ക് ദുഃഖല്ല എന്നാകും എന്നൊക്കെ വരുത്തി തീർക്കുന്ന ഈ ഷിയായിസ് ഉണ്ടല്ലോ, ഇത് നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഒഴിവാക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്.